അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം, ഡ്രോണുകൾ എത്തുന്നു എന്ന വാർത്ത. ഭീകരാക്രമണമുണ്ടായി എന്ന വാർത്തയും വരുന്നുണ്ട്. നക്രോട്ടയിൽ തീവ്രവാദി ആക്രമണമുണ്ടായി, ഭീകരാക്രമണമുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. വീണ്ടും ഐസൻ ജോസിലേക്ക്. ഐസൻ, നമ്മൾ ആദ്യം കരുതിയത് ഇതത്ര ഗൗരവത്തിലെടുക്കേണ്ട കാര്യമല്ല. ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സന്ദേശം, നമ്മൾ വെടിനിർത്തൽ കരാറുണ്ടാക്കിയെന്ന സന്ദേശം എത്താൻ വൈകിയതാകുമോ എന്ന സംശയം പോലും നമ്മൾ ഉന്നയിച്ചതാണ്. പക്ഷെ അതൊന്നുമല്ല. ആക്രമിക്കുകയാണ്, കയറി അടിക്കാൻ ശ്രമിക്കുകയാണ്, ഭീകരാക്രമണം നടത്തുകയാണ്. ഒരു ജവാൻ വീരമൃത്യു ഉണ്ടാകുന്നു, ജവാന്മാർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയുണ്ട് പ്രധാനമന്ത്രിയും അജിത് ഡോവലും. അത് ഏറെ നിർണായകമാണ് അല്ലേ? കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞുവല്ലോ, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ പോലും അതൊരു യുദ്ധമായി ഞങ്ങൾ കണക്കാക്കി തിരിച്ചടിക്കുമെന്ന്. നിലവിലെ സൂചനകൾ അനുസരിച്ച് അല്പസമയം മുമ്പ്, അതായത് ഒരു 10-20 മിനിറ്റുകൾക്ക് മുമ്പാണ് ആ വാർത്ത പുറത്തു വന്നത്. അതായത് സംയുക്ത സേനാധിപൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നൊരു സൂചന ലഭ്യമാകുന്നുണ്ട്. വീണ്ടും ചർച്ചകൾ തുടരുന്നു. പ്രതിരോധ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എല്ലാം തന്നെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ഒരു മോണിറ്ററിങ്ങിൽ അടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം മറ്റു സേനാധിപന്മാരും എത്തുകയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നുണ്ടായ ഒരു ഒരുക്കങ്ങളുടെ സമാന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അത് വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 വിഷയങ്ങളാണ് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നഗ്രോട്ടയിലെ ആക്രമണം നടന്ന, അതല്ലെങ്കിൽ ചാവേർ ആക്രമണം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു BSF ജവാൻ്റെ വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. അത്തരത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഒരു വെടിനിർത്തൽ ഏതെങ്കിലും സാഹചര്യവശാൽ ഏതെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളല്ല എന്ന് തെളിയിക്കുന്നതാണ് 2 ഇടങ്ങളിലുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം തന്നെ. അതായത് ഈ ആക്രമണവും ഈ വെടിനിർത്തൽ കരാർ ലംഘനവും എന്നതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു ഭീകരാക്രമണം തന്നെ ഉണ്ടായിരിക്കുന്നു, അതൊരു സൈനിക കേന്ദ്രത്തിലേക്ക് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്കും പ്രധാനമന്ത്രിയുടെ ചർച്ച ചെയ്ത വിഷയത്തിലേക്കും നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ നേരത്തെ ഉണ്ടായ നിലപാട്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണത്തിനുള്ള ശ്രമങ്ങൾ ഒരു യുദ്ധത്തിനുള്ള കാരണമായി തന്നെ അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കാനുള്ള ഒരു സാഹചര്യം തന്നെ വരുത്തിവെക്കും. അത് യുദ്ധമായി തന്നെ കണക്കാക്കും. അതായത് ഭാരതത്തിനെതിരെ ചില ശക്തികൾ യുദ്ധം ചെയ്യുന്നതായി തന്നെ അത് കണക്കാക്കും. അല്ലെങ്കിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ശക്തികൾ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതായി കണക്കാക്കുമെന്ന കൃത്യമായൊരു മറുപടിയുണ്ട്. ഈ മറുപടിയും ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്നത്തെ ഓരോ സംഭവവികാസങ്ങളും നിരീക്ഷിക്കപ്പെടേണ്ടത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എത്തുന്നു, അതിന് പിന്നാലെ സംയുക്ത സേനാധിപതി എത്തുന്നു, അതുപോലെ തന്നെ അതിന് പിന്നാലെ ഇനി മറ്റ് സേനാ സേനാ മേധാവികളും എത്തുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുകയാണെങ്കിൽ വീണ്ടും ഇത്തരത്തിലൊരു തിരിച്ചടി, അതിനെ ഈ കണക്ക് പറയിപ്പിക്കാനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കടുത്ത നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ചില സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നിലവിലെ സൂചനകളനുസരിച്ച് BSFനെ കൃത്യമായ ഒരു നിയന്ത്രണം, BSFന് ഒരു തിരിച്ചടിക്കാൻ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ഫ്രീ ഹാൻഡ് നൽകാനുള്ളൊരു നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ BSFനെ ഇത്തരത്തിലൊരു ആക്രമണം തിരിച്ച് നടത്താനുള്ളൊരു സാധ്യത കൂടി തുറക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. അതിൻ്റെ സൂചനകളായുള്ള ചില നീക്കങ്ങളാണോ നടക്കുന്നത് എന്ന സംശയവും നിലനിൽക്കുകയാണ്. തീർച്ചയായും വെടിനിർത്തൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്മാർ ചേർന്ന് 2 രാജ്യങ്ങളിലെയും സേനാ ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽമാർ ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സൂചന തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്.